മൂന്നാമത്തെ തരം റിയാക്ടിവിറ്റി സീരീസ് ആണ് ഇലക്ട്രോകെമിസ്ട്രി. നിങ്ങൾ ആദ്യം പഠിക്കുന്നത് റിയാക്ടിവിറ്റി സീരീസ് ആണ്. ആ സീരീസ് ടെക്സ്റ്റ് തന്നിട്ട് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് എലമെന്റ് പൊട്ടാസ്യം, സെക്കൻഡ് സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ്, കോപ്പർ, സിൽവർ, ഗോൾഡ്. ഇതാണ് ഓർഡർ. ഈ ഓർഡർ അനുസരിച്ച് ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന എലമെന്റാണ് റിയാക്ഷൻ അല്ലെങ്കിൽ റിയാക്ടിവിറ്റി കൂടുതൽ. പൊട്ടാസ്യത്തിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ, ഗോൾഡിനാണ് റിയാക്ടിവിറ്റി ഏറ്റവും കുറവ്. അതായത് താഴോട്ട് വരുന്നതോറും റിയാക്ടിവിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഏറ്റവും കുറഞ്ഞ എലമെന്റാണ് ഗോൾഡ്. ഓക്കെ, ഈ സീരീസ് പഠിച്ചാൽ ഈ ചാപ്റ്റർ പഠിച്ച പോലെയാണ്. ഈ സീരീസ് അറിയാമെങ്കിൽ ഈ ചാപ്റ്റർ കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പൊ ഇതിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ഇതിനെയാണ് റിയാക്ടിവിറ്റി സീരീസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ സീരീസ് അനുസരിച്ചാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഏതാണ് പഠിക്കാനുള്ള ഒരു സെല്ലാണ്. സെല്ലിന്റെ പേര് ഏതാണ്? ഗാൽവാനിക് സെൽ. ഗാൽവാനിക് സെൽ. ഗാൽവാനിക് സെൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സെല്ലാണ് ഗാൽവാനിക് സെൽ. കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻടു ഇലക്ട്രിക്കൽ എനർജി. സെല്ലിന്റെ പേരാണ് ഗാൽവാനിക് സെൽ. ഈ ഭാഗത്ത് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാൽവാനിക് സെല്ലിന്റെ കൺസ്ട്രക്ഷൻ, അതായത് പടം വരയ്ക്കാനും അത് അടയാളപ്പെടുത്താനും റിയാക്ഷൻ എടുക്കാനാണ് ചോദിക്കുന്നത്. ഇതിനൊരു സെല്ല് വരച്ച് കാണിക്കാം. സിങ്ക്, കോപ്പർ സെൽ. ഏത് സെല്ല് വരയ്ക്കുമ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഏത് സെല്ലിനും കുറെ കോമൺ പോർഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ പോർഷൻ 2 ബീക്കർ. എല്ലാ സെല്ലിനും ഉള്ളതാണ് 2 ബീക്കർ. അതിൽ 2 റോഡ്, അതിന് മെറ്റാലിക് വയറും വോൾട്ട് മീറ്റർ വെച്ച് കാണിക്കുന്നത്. ബീക്കറുകൾ തമ്മിൽ ഒരു യു ആകുന്നിരിക്കുന്ന ട്യൂബ് വെച്ച് കാണിക്കുക. ഓക്കെ, ഇത്രയാണ് സെല്ലിന്. എല്ലാ സെല്ലിനും ഈ പോർഷൻസ് ഇതൊന്നും വരയ്ക്കണം. വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പോർഷൻസ് വരയ്ക്കണം. പിന്നെ സെല്ലിന് അടയാളപ്പെടുത്തുന്നതാണ് ഈ തന്നിരിക്കുന്നതനുസരിച്ച് അടയാളപ്പെടുത്തുന്നത്. സിങ്ക്, കോപ്പർ സെൽ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു റോഡ് സിങ്കും രണ്ടാമത്തെ റോഡ് കോപ്പറും. സിങ്ക് മഗ്നീഷ്യം സെല്ലാണെങ്കിൽ ഒന്നാമത്തെ റോഡ് സിങ്ക്, രണ്ടാമത്തെ റോഡ് മഗ്നീഷ്യം. മഗ്നീഷ്യം കോപ്പർ സെല്ലാണെങ്കിൽ ഒന്നാമത്തെ റോഡ് മഗ്നീഷ്യം, രണ്ടാമത്തെ റോഡ് കോപ്പർ. അങ്ങനെ ഈ പേര് തരുന്നതനുസരിച്ചാണ് അടയാളപ്പെടുത്തുക. ഇവിടെ തന്നിരിക്കുന്ന സിങ്ക് കോപ്പറാണ്. സിങ്ക് റോഡ്, കോപ്പർ ഉണ്ടാവും. ഈ എടുത്തിരിക്കുന്ന ബീക്കർ, അതിനകത്താണ് സൊല്യൂഷൻ ഇരിക്കുന്നത്. ഇവിടെയുണ്ട് സൊല്യൂഷൻ. ഈ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്. സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്. അപ്പൊ 2 ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ഇവിടെ സിങ്കിന് ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ഇവിടെ മെറ്റൽ സിങ്ക് ആയതിനാൽ അതിന്റെ തന്നെ സൊല്യൂഷൻ ആയിരിക്കും എഴുതിയിരിക്കുന്നത് ZnSO4. ഇവിടെ Cu ആണുള്ളത്, അതുകൊണ്ട് അതിന്റെ സൊല്യൂഷൻ CuSO4. ഓക്കെ, ഇനി ഇവിടെ സിൽവർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ AgNO3 വേണം സൊല്യൂഷൻ ആയിട്ട്. മഗ്നീഷ്യം ആണ് തരുന്നതെങ്കിൽ MgSO4 സൊല്യൂഷൻ ആയിട്ട്. അപ്പോ തന്നിരിക്കുന്ന മെറ്റൽ ഏതാണോ അതിന്റെ തന്നെ സൊല്യൂഷൻ ആയിരിക്കണം എഴുതിയിരിക്കുന്നത്. ഓക്കെ, തന്നിരിക്കുന്ന മെറ്റലിന്റെ സൊല്യൂഷൻ തന്നെ അവിടെ ഉണ്ടായിരിക്കും. ഇത് അടയാളപ്പെടുത്താൻ ചോദിച്ചാൽ ഓർത്ത് വെച്ചോണം, മെറ്റൽ ഏതാണോ അതിന്റെ സൊല്യൂഷൻ ആയിരിക്കണം അവിടെ. ഇവിടെ മെറ്റൽ കോപ്പർ ആയതിനാൽ കോപ്പർ സൾഫേറ്റ്, ഇവിടെ സിങ്ക് ഇവിടെ ഉള്ളതിനാൽ സിങ്ക് സൾഫേറ്റ് ആണ് സൊല്യൂഷൻ. മഗ്നീഷ്യം ആണെങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റ്, സിൽവർ ആണെങ്കിൽ സിൽവർ നൈട്രേറ്റ്. ഇങ്ങനെ അതിന്റെ തന്നെ സൊല്യൂഷൻ ആയിരിക്കണം അവിടെ ഉണ്ടായിരിക്കും. ഇനി അടുത്തതായി യു ആകൃതിയിൽ വെച്ചിരിക്കുന്ന ട്യൂബ്, അതിന്റെ പേര് ഇതാ സാൾട്ട് ബ്രിഡ്ജ്. അടുത്തെന്ന് പറയുന്നത് സിങ്ക്, കോപ്പർ. ഇതാണ് 2 മെറ്റൽ. ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ റിയാക്ടിവിറ്റി സീരീസ് അനുസരിച്ച് സിങ്ക് കഴിഞ്ഞിട്ടാണ് കോപ്പർ വരുന്നത്. അപ്പോ സിങ്കിനേക്കാൾ റിയാക്ടിവിറ്റി കുറവാണ് കോപ്പർ. അപ്പൊ റിയാക്ടിവിറ്റി കൂടിയാണ് സിങ്ക്. റിയാക്ടിവിറ്റി കൂടിയാണ് വിളിക്കുന്ന പേരാണ് ആനോഡ്. റിയാക്ടിവിറ്റി കൂടിയാണ് വിളിക്കുന്ന പേര് ആനോഡ്. റിയാക്ടിവിറ്റി കുറഞ്ഞ ആളെ വിളിക്കുന്ന പേര് കാഥോഡ്. അപ്പൊ റിയാക്ടിവിറ്റി സീരീസ് അനുസരിച്ച് ടോപ്പിൽ വരുന്ന എലമെന്റ് ആനോഡ്, ബോട്ടത്തിൽ വരുന്ന എലമെന്റ് കാഥോഡ്. ആനോഡിന്റെ ചാർജ് ഗാൽവാനിക് സെല്ലിൽ നെഗറ്റീവ്, കാഥോഡിന്റെ ചാർജ് പോസിറ്റീവ്. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് വോൾട്ട് മീറ്ററിന്റെ ഒരു ഡയറക്ഷൻ കാണിക്കും. ഇത്രയാണ് ഫിഗർ എന്ന് പറയുന്നത്. അപ്പൊ ഫിഗർ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 റോഡ്, അതിന്റെ പേരുകള്, അതിന്റെ സൊല്യൂഷൻ 2 യു ആകൃതിയിരിക്കുന്ന ട്യൂബ്, സാൾട്ട് ബ്രിഡ്ജ്, വോൾട്ട് മീറ്ററിന്റെ ഡയറക്ഷൻ, ആനോഡ് കാഥോഡ് എഴുതുക. എങ്ങനെ എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ റിയാക്ടിവിറ്റി കൂടിയാണ് ആനോഡ്, റിയാക്ടിവിറ്റി കുറഞ്ഞാണ് കാഥോഡ്. ആനോഡിന്റെ ചാർജ് നെഗറ്റീവ്, കാഥോഡിന്റെ ചാർജ് പോസിറ്റീവ്. ഇതാണ് സെല്ലിന്റെ കൺസ്ട്രക്ഷൻ. അപ്പൊ ഫിഗർ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് ഈ പേരുകൾ അനുസരിച്ച് മാറ്റിക്കും. ഓക്കെ, ഇത്രയും വരയ്ക്കുമ്പോൾ 1.5 മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ അടയാളപ്പെടുത്താൻ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇതിനകത്ത് 1.5 മാർക്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത് ഈ സെല്ലിന്റെ റിയാക്ഷനാണ്. കെമിക്കൽ എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ കെമിക്കൽ റിയാക്ഷൻ നടക്കും. ആ റിയാക്ഷനുകൾ എന്തൊക്കെയാണെന്നാണ് രണ്ടാമത്തെ പോർഷൻ.
അപ്പൊ അതാ സിങ്ക് കോപ്പർ സെല്ലിന്റെ റിയാക്ഷൻ ആണ് ഉണ്ടാക്കുന്നത്. അവിടെ പടം വരച്ചപ്പോൾ നമ്മൾ എഴുതിയിരുന്നു സിങ്കിന്റെ പാർട്ട് ആനോഡ്, കോപ്പറിന്റെ പാർട്ട് കാഥോഡ്. ഇനി ആനോഡിൽ നടക്കുന്ന റിയാക്ഷന്റെ പേരാണ് ഓക്സിഡേഷൻ. ആനോഡിൽ നടക്കുന്ന റിയാക്ഷന്റെ പേര് ഓക്സിഡേഷൻ, കാഥോഡിൽ നടക്കുന്ന റിയാക്ഷന്റെ പേര് റിഡക്ഷൻ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവൽ ഓഫ് ഇലക്ട്രോൺ, റിമൂവൽ ഓഫ് ഇലക്ട്രോൺ. റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിഷൻ ഓഫ് ഇലക്ട്രോൺ. അപ്പോ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്ന പ്രവർത്തനം ഓക്സിഡേഷൻ, ഇലക്ട്രോണിനെ ആഡ് ചെയ്യുന്ന പ്രവർത്തനം റിഡക്ഷൻ. അപ്പോ ആരോടായ സിങ്ക് എന്ത് ചെയ്യണം? ഓക്സിഡേഷൻ സംഭവിക്കണം. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഇലക്ട്രോൺ. നമുക്ക് Zn gives Zn2++ 2 ഇലക്ട്രോൺ. അപ്പോ സിങ്ക് 2 ഇലക്ട്രോണിനെ കളഞ്ഞുകൊണ്ട് Zn2+ ആയി. സിങ്ക് എപ്പോഴും 2 ഇലക്ട്രോണിനെയാണ് കളയുന്നത്. രണ്ടാമത്തേത് കോപ്പർ, കാഥോഡാണ്, റിഡക്ഷൻ സംഭവിക്കണം, ഇലക്ട്രോണിനെ ആഡ് ചെയ്യണം. അപ്പൊ Cu എന്നത് 2 ഇലക്ട്രോണിനെ വാങ്ങിക്കാൻ കഴിയത്തില്ല, പകരം Cu2+ 2 ഇലക്ട്രോണിനെ വാങ്ങിച്ചുകൊണ്ട് Cu ആക്കും. ഓർക്കുക, കാഥോഡ് എന്ന് പറയുന്നത് എപ്പോഴും അയോണാണ്. ഇവിടെ തന്നിരിക്കുന്ന Cu ആണ് എങ്കിൽ നിങ്ങൾ റിയാക്ഷൻ എഴുതുമ്പോൾ 2+ ചാർജുള്ള അയോണായിട്ട് എഴുതുക. Cu2+ + 2 ഇലക്ട്രോൺ gives C. അപ്പൊ ഒന്നാമത്തെ റിയാക്ഷൻ ഓക്സിഡേഷൻ, രണ്ടാമത്തെ റിയാക്ഷൻ റിഡക്ഷൻ. ഇത് രണ്ടും കൂടെ ചേർന്ന റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻ. അപ്പൊ റിഡോക്സ് റിയാക്ഷൻ എങ്ങനെ എഴുതുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർക്ക് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന കൂട്ടി ലെഫ്റ്റും റൈറ്റ് സൈഡിൽ കിടക്കുന്ന കൂട്ടി റൈറ്റും എഴുതുക. Zn plus Cu2++ 2 electron gives Zn2++ 2 electron plus C. 2 electron cancel. അവസാന ഇക്വേഷൻ Zn plus Cu2+ gives Zn2++ C. റിയാക്ഷന്റെ പേര് റിഡോക്സ് റിയാക്ഷൻ. ഇതാണ് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. ഗാൽവാനിക് സെല്ല്, അതിനകത്ത് എക്സാമ്പിൾ ആണ് സിങ്ക് കോപ്പർ. ഇതുപോലെ ഏതിന്റെയും എഴുതാൻ പറ്റും. ആനോഡും കാഥോഡും കണ്ടുപിടിക്കുക. ആനോഡ് നടക്കുന്ന റിയാക്ഷൻ കൊടുത്തേക്കുക ഓക്സിഡേഷൻ, റിമൂവൽ ഓഫ് ഇലക്ട്രോൺ. കാഥോഡ് നടക്കുന്ന റിഡക്ഷൻ, അഡീഷൻ. അടുത്തത് ഇലക്ട്രോളൈസിസ്. പ്രധാനമായിട്ടും 3 എണ്ണത്തിന്റെ ഇലക്ട്രോളൈസിസ് ആണ് നമുക്ക് പഠിക്കുന്നത്. ഒന്ന് കോപ്പർ ക്ലോറൈഡ്, 2 NaCl മോൾട്ടൻ, അടുത്തത് NaCl സൊല്യൂഷൻ. ഈ 3 എണ്ണത്തിന്റെ ഇലക്ട്രോളൈസിസ് പ്രവർത്തനം കൂടിയാണ് നിങ്ങൾക്ക് പഠിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കോപ്പർ ക്ലോറൈഡ്. കോപ്പർ ക്ലോറൈഡിന്റെ ഇലക്ട്രോളൈസിസ് പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 റിയാക്ഷൻ വെച്ച് പഠിച്ചാൽ മതി. കോപ്പർ ക്ലോറൈഡിന്റെ 2 റിയാക്ഷൻ, NaCl 2 റിയാക്ഷൻ, NaCl സൊല്യൂഷന്റെ 2 റിയാക്ഷൻ. അപ്പോൾ ദാ ഫസ്റ്റ് വൺ CuCl2. CuCl2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പർ എന്നത് 2 ഇലക്ട്രോൺ, Cu2+ എന്നത് 2 ഇലക്ട്രോണിനെ വാങ്ങിച്ചുകൊണ്ട് Cu ആയിട്ട് മാറും. ഈ ഇരിക്കുന്ന Cl 2 Cl 2 ഇലക്ട്രോണിനെ കളഞ്ഞുകൊണ്ട് Cl2 ആയിട്ട് മാറും. കോപ്പർ ക്ലോറൈഡിന്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? കോപ്പർ ക്ലോറൈഡ് വിഘടിച്ചു കഴിഞ്ഞാൽ Cu2+ ഉം 2Cl- ആയിട്ട് മാറും. ഇതാണ് കോപ്പർ ക്ലോറൈഡ് 2 ആയിട്ട് മാറി. അതായത് കോപ്പർ ക്ലോറൈഡ് കൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോയാൽ അത് Cu2+ ഉം 2Cl- ആയിട്ട് മാറും. അതിനെ Cu2+ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് 2 ഇലക്ട്രോണിനെ വാങ്ങിച്ചുകൊണ്ട് Cu ആയിട്ട് മാറും. 2Cl- 2 ഇലക്ട്രോണിനെ കളഞ്ഞുകൊണ്ട് Cl2 ആവും. ഇലക്ട്രോണിനെ വാങ്ങിക്കുന്ന പ്രവർത്തനം നമ്മൾ പഠിച്ചു, റിഡക്ഷൻ. റിഡക്ഷൻ നടക്കുന്ന ഇലക്ട്രോണിന്റെ പേര് കാഥോഡ്. ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്ന പ്രവർത്തനം ഓക്സിഡേഷൻ, ആനോഡ്. അപ്പൊ ഇതിനുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ CuCl2 ഇലക്ട്രോളൈസ് നടത്തിയാൽ ആനോഡിൽ കിട്ടുന്ന ഗ്യാസ് ഏതാണ്? ക്ലോറിക് ഗ്യാസ്. കാഥോഡിൽ കിട്ടുന്ന കാര്യമാണ് കോപ്പറിന്. അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. അപ്പൊ ഈ റിയാക്ഷൻ വഴിയ കിട്ടുന്ന കാര്യങ്ങൾ പറയും. ഇതാണ് ഒന്നാമത്തെ കോപ്പർ ക്ലോറൈഡിന്റെ ഇലക്ട്രോളൈസിസ്. രണ്ടാമത്തെ പോർഷൻ മോൾട്ടൻ NaCl. മോൾട്ടൻ NaCl ഡീകമ്പോസ് ചെയ്താൽ Na+ ഉം Cl- ആയിട്ട് മാറും. അപ്പോ Na+ 1 ഇലക്ട്രോണിനെ വാങ്ങിച്ചുകൊണ്ട് Na ആയിട്ട് മാറും. Cl- 1 ഇലക്ട്രോണിനെ കളഞ്ഞുകൊണ്ട് Cl ആയിട്ട് മാറും. Cl ഒറ്റയ്ക്ക് ഇരിക്കാറില്ല, അതുകൊണ്ട് റിയാക്ഷൻ ബാലൻസ് ചെയ്താൽ 2Cl- Cl2 ആയിട്ട് മാറും. 2 ഇലക്ട്രോണിനെ കളഞ്ഞു. അപ്പൊ 1 ഇലക്ട്രോണിനെ വാങ്ങിക്കുന്ന റിയാക്ഷൻ റിഡക്ഷൻ. നടക്കുന്ന ഇലക്ട്രോഡ് കാഥോഡ്. റിമൂവ് ചെയ്യുന്നത് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്ന പ്രവർത്തനം ഓക്സിഡേഷൻ. നടക്കുന്നത് ആനോഡ്. ഇവിടെയും സെയിം ക്വസ്റ്റ്യൻ ഉണ്ട്. NaCl മോൾട്ടൻ ഇലക്ട്രോളൈസ് നടത്തിയ ആനോഡിൽ കിട്ടുന്ന ഗ്യാസ് ഏതാണ്?
ക്ലോറിൻ. കാഥോഡ് കിട്ടുന്ന ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയം. അതിനാണ് ഈ രണ്ട് റിയാക്ഷൻ NaCl പഠിക്കണം എന്ന് പറയുന്നത്. മൂന്നാമത്തെ NaCl സൊല്യൂഷൻ. ഇത് രണ്ട് റിയാക്ഷൻസ് ആണ്. ഇത് മോൾട്ടൻ ആണ്, കൊടുത്തു വെച്ചോണം. ഇത് സൊല്യൂഷൻ ആണ്. മോൾട്ടന്റെ റിയാക്ഷൻ ആണ് Na++1 ഇലക്ട്രോൺ gives Na. 2Cl - gives Cl2 + 2 ഇലക്ട്രോൺ. ഇതാണ് മോൾട്ടൻ. ഇനി NaCl സൊല്യൂഷൻ ആണ്. റിയാക്ഷൻ വ്യത്യാസമുണ്ട്. NaCl സൊല്യൂഷൻ ആകുമ്പോൾ റിയാക്ഷൻ പറയുന്നത് 2Cl - gives Cl2 + 2 ഇലക്ട്രോൺ. രണ്ടാമത്തെ റിയാക്ഷൻ പറയുന്നത് 2H2O + 2 ഇലക്ട്രോൺ gives H2 + 2OH-. ഇതാണ് റിയാക്ഷൻ. ഇവിടെ സൊല്യൂഷൻ ആകുമ്പോൾ നമ്മൾ ഒരു പാർട്ടായിട്ട് വരുന്നത് വാട്ടർ ആണ്, അല്ലാതെ സോഡിയം അല്ല. മോൾട്ടൻ മാത്രമാണ് സോഡിയം വരുന്നത്, സൊല്യൂഷനിൽ വാട്ടർ ആണ്. സോ ഇവിടെ ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്ന പ്രവർത്തനം ഓക്സിഡേഷൻ, ആനോഡ്. ഇവിടെ ഇലക്ട്രോൺ ആഡ് ചെയ്യുന്ന പ്രവർത്തനം റിഡക്ഷൻ, കാഥോഡ്. അപ്പോൾ ഈ റിയാക്ഷനകത്ത് കാഥോഡിൽ കിട്ടുന്നത് ഹൈഡ്രജനെയും ആനോഡിൽ കിട്ടുന്നത് ക്ലോറിനെയും. ഓക്കെ, ഇതാണ് 3 ഇലക്ട്രോലൈസ് പ്രവർത്തനം. NaCl സൊല്യൂഷൻ, NaCl മോൾട്ടൻ, കോപ്പർ. ഇനി ഒരു പോർഷൻ കൂടി ഉണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാൻ. ഇത് കുഞ്ഞൊരു ചാപ്റ്ററാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് ഒറ്റ പോർഷൻ കൂടി ഉള്ളൂ. ഇലക്ട്രോലൈസിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ഇലക്ട്രോലൈസിന്റെ ഒന്നാമത്തെ പ്രയോജനം എന്ന് പറയുന്നത് റിഫൈനിങ് ഓഫ് മെറ്റൽ. രണ്ടാമത്തെ പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽ. മൂന്നാമത് ഇലക്ട്രോ പ്ലേറ്റിംഗ്. അപ്പൊ റിഫൈനിങ് ഓഫ് മെറ്റൽ, പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽ, ഇലക്ട്രോ പ്ലേറ്റിംഗ്, ഇതൊക്കെയാണ് ഇലക്ട്രോലൈസിസിന്റെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ പ്രയോജനം. ഓക്കെ, ഇത്രയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇതിനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നാണ് റിയാക്ടിവിറ്റി സീരീസ് പഠിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് എലമെന്റ്സ് ഇങ്ങനെ ഓർഡർ തരും. സിങ്ക്, കോപ്പർ, സിൽവർ, മഗ്നീഷ്യം, ഇങ്ങനെ കുറച്ച് തന്നിട്ട് ഇതിനെ റിയാക്ടിവിറ്റി സീരീസിന്റെ അല്ലെങ്കിൽ ഇൻക്രീസിംഗ് മോഡൽ അറേഞ്ച് ചെയ്യുക. ഇതിനകത്ത് മോസ്റ്റ് റിയാക്റ്റീവ് എലമെന്റ് ഏതാണ്, ലീസ്റ്റ് റിയാക്റ്റീവ് ഏതാണ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ ഇലക്ട്രോലൈസിസ് എന്താണ്, ദെൻ എന്താണ് ഗാൽവാനിക് സ്റ്റേറ്റ്, ഇങ്ങനെയുള്ള ഡിഫൈൻ ക്വസ്റ്റ്യൻസ് കൂടി ഇതിനകത്ത് പഠിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യമാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ടത്. ഒന്നെന്ന് പറഞ്ഞാൽ ആ സെല്ല് നല്ല വൃത്തിക്ക് പഠിച്ചോണം. 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഈ റിയാക്ഷനുകൾ അഞ്ചെണ്ണം, അതായത് മോൾട്ടൻ NaCl സൊല്യൂഷൻ, കോപ്പർ ക്ലോറൈഡിന്റെ ഇലക്ട്രോലൈസിസ്. അത്